മുൻ ബ്ലാസ്റ്റേഴ്സ് കോച്ചും ഇപ്പോൾ നിലവിൽ മറ്റൊരു ടീമിൻ്റെയും പരിശീലന സ്ഥാനം ബ്ലാസ്റ്റേഴ്സ് കോച്ചിന് ശേഷം ഏറ്റെടുക്കാതെ കോച്ചുമായിട്ടുള്ള നമ്മുടെ ആശാൻ എന്നറിയപ്പെടുന്ന ഇവാൻ വുക്മനോവിച്ച് നാഷണൽ ടീം പരിശീലക സ്ഥാനത്തേക്ക് വരാൻ പോവുകയാണെന്ന റൂമറുകൾ ശക്തമായി തന്നെ പരക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഫുട്ബോൾ സ്റ്റഡി മലയാളത്തിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ദയവായി ബെൽ ബട്ടൺ കൂടി ഉൾവിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. മുൻ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായിട്ടുള്ള നമ്മുടെ സ്വന്തം ഇവാൻ ആശാൻ തിരിച്ചെത്തുകയാണ്. ഇന്ത്യയിലേക്ക് എത്തുന്നത് മറ്റ് ക്ലബ്ബുകളുടെ സ്ഥാനത്തേക്കല്ല, പക്ഷേ ക്ലബ്ബുകളുടെ സ്ഥാനത്തേക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ട് റൂമറുകൾ പ്രചരിക്കുന്നുണ്ട്. ചെന്നൈ FC ആയിട്ട് ചെറിയ ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നുവെന്നും അതുപോലെ തന്നെ മുംബൈ സിറ്റി FC വരാനുള്ള സാധ്യതകളുണ്ടെന്നും റൂമറുകൾ പ്രചരിച്ചിരുന്നു. അത് അത്രത്തോളം ശക്തമായിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും സാധ്യതകൾ ഏറ്റവും കൂടുതൽ കൽപ്പിക്കുന്നത് ഇപ്പോഴത്തെ റൂമറുകളായിട്ടുള്ള ഇവാൻ വുക്മനോവിച്ച് ടു ഇന്ത്യൻ നാഷണൽ ടീം, നമ്മുടെ ഇപ്പോഴത്തെ നാഷണൽ ടീം പരിശീലകനായിട്ടുള്ള മനോലോ മാർക്കസ് സ്ഥാനമൊഴിയാൻ പോവുകയാണ് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ റിപ്പോർട്ടുകളാണ് പ്രചരിക്കുന്നത്. ഏതായാലും ഇതിനെപ്പറ്റി ഷൈജു ദാമോദരൻ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹം സ്ഥാനം ഒഴിയുകയാണെങ്കിൽ ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്താൻ ഇവാൻ വുക്മനോവിച്ച് തയ്യാറാണ്. ചർച്ചകൾ നടത്തിയതിനു ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഷൈജു ദാമോദരൻ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഷൈജു ദാമോദരനായിട്ട് ഇവാൻ വുക്മനോവിച്ച് നല്ലൊരടുത്ത ബന്ധം തന്നെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതിലൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന കാര്യത്തിൽ നമുക്ക് ഏകദേശം വിശ്വാസം ഉറപ്പിക്കാം. കാരണം അവർ തമ്മിലുള്ള കോണ്ടാക്ട്സ് അങ്ങനെയാണ്, കണക്ഷൻസ് അങ്ങനെയാണ്. അപ്പം ഇവാൻ വുക്മനോവിച്ച് നാഷണൽ ടീം പരിശീലകനാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മനോലോ മാർക്കസ് ഒഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിനെക്കുറിച്ച് പറ്റിയുള്ള ചർച്ചകൾ നടത്തുക. അതിനുശേഷം മാത്രമായിരിക്കും അക്കാര്യം കൺഫേമായി നമുക്ക് ഒഫീഷ്യലായി തന്നെ പറയാൻ സാധിക്കുകയുള്ളൂ. അതുവരെ ഇത് റൂമർ മാത്രമായി നിൽക്കുകയായിരിക്കും. ഏതായാലും സാധ്യത കൂടുതലും കൽപ്പിക്കപ്പെടുന്നുണ്ട്. അത് AFF കോച്ചുമാർ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇവാൻ വുക്മനോവിച്ചിന് വേണ്ടി തന്നെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. അപ്പം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൊടുക്കുക, ഇഷ്ടം ലൈക്ക് ചെയ്യുക. താങ്ക് യു.